ഹായ് ഓൾ, ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം യുദ്ധം നടക്കുകയാണ്. സോ മാർക്കറ്റ് നല്ല ഡൗൺ ആയിരുന്നു. നല്ലൊരു ഗ്യാപ് ഡൗണിൽ തന്നെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം 24,950 ഒരു അപ്വേർഡ് മാർക്കറ്റ് പോയി. പിന്നെയും മാർക്കറ്റ് താഴേക്ക് പതിയെ 24,612 വരെ എത്തി. പിന്നെ അതിനുശേഷം വീണ്ടും മാർക്കറ്റ് ഒരു അപ്വേർഡ് 24,900 വരെ പോയി. നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ യുദ്ധം നടക്കുന്നുണ്ട്. മാർക്കറ്റിനെ നമുക്ക് നമ്മുടെ ലൈൻ അനുസരിച്ചൊന്നും ഒരിക്കലും ഒരു ട്രേഡ് എടുക്കാൻ പറ്റത്തില്ല. കാരണം ന്യൂസുകൾ എന്താണോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. സോ നമ്മുടെ ലൈനുകൾക്കൊന്നും ഈ ഒരു സാഹചര്യത്തിൽ യാതൊരു പ്രാധാന്യവുമില്ല. ഇന്ന് നമുക്ക് ട്രേഡ് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ നല്ല ട്രേഡുകളൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ചെറിയ സ്കാൽപ്പിംഗ് മാത്രം ചെയ്തിട്ടുണ്ട്. അതും വളരെ ചെറിയ പ്രീമിയത്തിൽ ഇന്നത്തെ എക്സ്പയറി വരുന്ന സ്കാൽപ്പിംഗ് മാത്രമേ നമ്മളിന്ന് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനൊന്നും ഒരു നല്ല ട്രേഡായിട്ടൊന്നും വരത്തില്ല. ഇവിടെയും ചെറിയ സ്കാൽപ്പിംഗ് മാത്രം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അടുത്ത ദിവസം എന്ത് സംഭവിക്കുമെന്നോ നമ്മുടെ ലൈൻസ് പറയാനോ ഒന്നും നമ്മുടെ യുദ്ധം ഉള്ള ഈ സാഹചര്യത്തിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ന്യൂസുകൾ എങ്ങനെയാണോ അത് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് സൈഡിലോട്ടും നെഗറ്റീവ്സ് ആണെങ്കിൽ നെഗറ്റീവ് സൈഡിലോട്ടും ആയിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. സോ നാളെ മാർക്കറ്റ് ഒരു ഹോളിഡേ ആണ്. ഹോളി ആയതുകൊണ്ട് പിന്നെ ബുധനാഴ്ച മാർക്കറ്റിൻ്റെ അവസ്ഥ എന്താവുമെന്ന് നമുക്കൊരിക്കലും ഇപ്പം പറയാൻ പറ്റില്ല. കാരണം ഇന്നത്തെയും നാളത്തെയും മറ്റന്നാൾ രാവിലെ വരെയുള്ളയും സാഹചര്യങ്ങൾ അനുസരിച്ചായിരിക്കും മറ്റന്നാളത്തെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. സോ ഞാനൊരു പ്രീ മാർക്കറ്റിലോട്ട് പോകുന്നില്ല. കാരണം നമ്മൾ ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നാളെ എന്തെങ്കിലും യുദ്ധം അവസാനിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് നാളെ ഈവനിങ് ഒരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് ചെയ്യാം. അല്ലാതെ നമ്മൾ ഒരു റിപ്പോർട്ട് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവും ഇല്ലാന്ന് തോന്നുന്നതുകൊണ്ട് നമ്മൾ ഇന്ന് പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് പറയുന്നില്ല. നാളെ യുദ്ധം എങ്ങനെ അവസാനിക്കുവാണെങ്കിൽ നമുക്ക് നാളെ ഈവനിങ് ഒരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് പറയാം.